Ministries. கர்த்தரை நம்புகிறவனோ உயர்ந்த அடைக்கலத்திலே வைக்கப்படுவான். நீதிமொழிகள் 29:25. But whoso putteth his trust in the Lord shall be safe. Proverbs 29:25. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. மகிழ்ச்சிகரமான கடைசி மாதத்தில் காட் கூஸ் இஸ் மினிஸ்ட்ரி சார்பாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த ஆண்டு முழுவதும் தேவனாகிய கர்த்தர் நம்மையும் நம் குடும்பத்தையும் கிருபையால் தாங்கி நடத்தியிருக்கிறார். நம்முடைய போக்கிலும் வரத்திலும் நம்முடைய பிரயாணங்களிலும் கர்த்தர் நமக்கு துணையாயிருந்தது மாத்திரமல்ல, நம்முடைய பலவீனங்களிலே தம்முடைய வார்த்தையை அனுப்பி பலப்படுத்தியிருக்கிறார். நாம் அநேக நேரங்களிலே சோர்ந்து போய் இருந்த போதும் கர்த்தர் தம்முடைய வார்த்தையினாலே நம்மை தேற்றினார், நம்மை பலப்படுத்தினார். தேவனாகிய கர்த்தர் நம்மோடு கூட இருக்கிறார் என்பதை இதன் மூலம் அநேக நேரங்களிலே நம்மை உணர வைத்திருக்கிறார். விசேஷமாக இந்த கடைசி மாதத்திலே தேவனாகிய கர்த்தர் நிறைவான ஆசீர்வாதங்களால் நிரப்பி நம்மை ஆசீர்வதிப்பார் என்று நம்புகிறேன். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள். கர்த்தருடைய வார்த்தை உங்கள் நடுவிலே பெரிய காரியங்களை செய்யும். தேவனிடத்திலிருந்து ஆசீர்வாதங்களை காத்திருந்து பெற்றுக்கொள்வோம். தேவனாகிய கர்த்தர் நிச்சயம் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமேன். കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കായി തന്ന എല്ലാ നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വട്ടക്കാലം നമ്മെ കരുതിയ, നമ്മെ ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തിയ സർവശക്തനും സർവകൃപാലുമായ നമ്മുടെ കർത്താവ്. ആമേൻ. നമ്മൾ കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന, നാം പ്രയാസത്തിലിരിക്കുമ്പോൾ പരിഹാരം കാണുന്ന, നാം രോഗിയായിരിക്കുമ്പോൾ സൗഖ്യം തരുന്ന, നാം ഏകാന്തത്തിലായിരിക്കുമ്പോൾ കൂടെ നടക്കുന്ന, നാം ഇരുട്ടിലായിരിക്കുമ്പോൾ പ്രകാശം തരുന്ന, നമ്മെ കരുതുന്ന, നമ്മെ വഴി നടത്തുന്ന സർവശക്തൻ. ആമേൻ. ആ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ എല്ലാവർക്കും ആശ്വാസം, സമാധാനം കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗോഡ് ഗൂസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ഈ പ്രഭാതത്തിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും, അഭിഷിക്തന്മാർക്കും, എല്ലാ സഭയുടെ നേതാക്കന്മാർക്കും, സകലവർക്കും, ജാതി മതഭേദ വർണ്ണ വർഗ സഭാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ സ്നേഹിതനായിരിക്കുന്ന നമ്മുടെ തോമസ് അവറുകൾ, തൻ്റെ കുടുംബം, തൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമാനമുള്ള അഭിഷിക്തന്മാർക്കും, കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമാനമുള്ള അഭിഷിക്തന്മാരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രാർത്ഥനകളൊക്കെയും അനുഗ്രഹമായിരിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ആമേൻ. ഈ മിനിസ്ട്രിയെ മുമ്പോട്ട് നയിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനമുള്ള തോമസ് അവറുകൾ, അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ചെറിയ ചിന്ത നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിപ്പാൻ
സർവശക്തൻ കൃപാലുവായല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആ ചിന്തയിലേക്ക് നമ്മൾ വേഗത്തിൽ വരികയാണ്. ആമേൻ. അതിനായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന തിരുവചന വേദഭാഗം ആമേൻ. റോമർ 12 അധ്യായം അതിന്റെ 11, 12, 13 വാക്യങ്ങളാണ് നാം ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതിനായി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. നിങ്ങളുടെ ശ്രദ്ധകളെ കർത്താവിലേക്ക് സമർപ്പിക്കാം, നമ്മുടെ ചിന്തകളെ കർത്താവിലേക്ക് സമർപ്പിക്കാം. ആമേൻ. വാക്യം ഇങ്ങനെയാണ്: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഒറ്റ നിമിഷം നമ്മുടെ കണ്ണുകളെ ചേർത്തെടുത്ത് ഒറ്റ വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഈ വചനവുമായി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിന്റെ പൊരുളുകളെ ഞങ്ങൾക്കായി വേർതിരിക്കപ്പെടണം. ഇത് കേൾക്കുന്ന വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനം തകർന്നിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കടഭാരതയും കഷ്ടതയിലും ഇരിക്കുന്നവർക്കായി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹഭൃത്യന്മാർക്കായി ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം മാത്രം ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി പകരപ്പെടണം. ഞങ്ങളുടെ കട്ടതയും കണ്ണുനീരുമൊക്കെ തുടച്ചു മാറ്റി ആശ്വാസം പ്രദാനം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ടുവല്ലോ. ആമേൻ, 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 ആമേൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. പല രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ഒരുവന് പ്രാർത്ഥിക്കുന്നവരമായിരിക്കാം, ഒരുവന് പാടാനായിരിക്കാം, ഒരുവന് സംസാരിക്കാനായിരിക്കാം, ഒരുവന് മാനസാന്തരപ്പെടുത്താനായിരിക്കാം, ഒരുവന് സഭകളെ നയിക്കാനായിരിക്കാം, ഒരാൾക്ക് വലിയ ക്രസൈഡുകൾ കോർഡിനേറ്റ് ചെയ്യുന്നവരായിരിക്കാം, ഒരാൾക്ക് ഹല്ലേലൂയ പ്രാർത്ഥനകൾ കോർഡിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. പല വെറൈറ്റിയിലുള്ള സുവിശേഷ വേലകൾ നടക്കുന്ന കാലഘട്ടത്താണ്. ഒപ്പം എതിർപ്പുകളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ട്. എങ്കിലും സർവശക്തന്റെ വേല മുൻപോട്ട് പോകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി പരിശുദ്ധാത്മാവിനെ സേവിച്ചും പരിശുദ്ധാത്മാവിന്റെ കൃപയിലും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെയ്യുന്ന എല്ലാ വേലകൾക്കും ഹല്ലേലൂയ അതിനൊരു അർത്ഥപ്രാപ്തി ഉണ്ടായിരിക്കും. ആമേൻ. ആരുടെങ്കിലും പേര് എടുത്ത് പറഞ്ഞിട്ടല്ല, ആരുടെങ്കിലും മിനിസ്ട്രി മുമ്പോട്ട് പോകണം എന്നല്ല, ഒരു സഭയുടെ പേര് ഹൈലൈറ്റ് ചെയ്യണം എന്നല്ല, ഒരു വ്യക്തിയുടെ പേര് ഹൈലൈറ്റ് ചെയ്യണമെന്നല്ല. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്ന സുവിശേഷ വേലകൾ ഒരല്പ നിമിഷത്തേക്ക് വളരെ ആർഭാടത്തോടെ കാണും. പിന്നത്തേതിൽ അത് വളരെ കട്ടതയ്ക്കും വളരെ പ്രശ്നത്തിനും വളരെ പ്രതികൂലത്തിനും കാരണമായി തീരും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ആത്മാവിൽ മടുപ്പില്ലാതെ, ആ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കും ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നടത്തുന്ന എല്ലാ വേലകളും, അത് ചെറുതായിക്കൊള്ളട്ടെ അത് വലുതായിക്കൊള്ളട്ടെ, ചെറിയ പ്രാർത്ഥന കൂട്ടമായിക്കൊള്ളട്ടെ വലിയ സഭകളായിക്കൊള്ളട്ടെ, ചെറിയ കുഞ്ഞു സഭകളായിക്കൊള്ളട്ടെ വലിയ ക്രൂസൈഡുകളായിക്കൊള്ളട്ടെ, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളായിക്കൊള്ളട്ടെ കൂട്ടായുള്ള പ്രാർത്ഥനകളായിക്കൊള്ളട്ടെ, ആമേൻ, ഭവനത്തിലുള്ള പ്രാർത്ഥനയായിക്കൊള്ളട്ടെ സഭയിലുള്ള പ്രാർത്ഥന ഏതുമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് പാളിച്ച വരാൻ ചാൻസ് ഇല്ല. ആമേൻ. കാരണം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങിയാൽ ആ മനുഷ്യന് കള്ളം പറയാൻ പറ്റത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ ഇടപെട്ട് തുടങ്ങിയാൽ ആ സഭ പൊളിയത്തില്ല. പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിൽ ആളത്തമായി ഇറങ്ങി നിന്നാൽ ആ കുടുംബം തകരത്തില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങി തിരിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആവസിച്ചാൽ ആ വ്യക്തി വഴിതെറ്റി
തെറ്റ് ജീവിക്കാൻ ചാൻസേ ഇല്ല. അത് കുഞ്ഞായിക്കൊള്ളട്ടെ, പ്രായമുള്ളവരായിക്കൊള്ളട്ടെ. ആമേൻ. കാരണം പരിശുദ്ധാത്മാവ് അത് ഭൂമിയിലുള്ള ആത്മാവല്ല, അത് സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഏക ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ആകരുത് എന്നാണ് ലോകവും പൈശാചിക മണ്ഡലങ്ങളും വിധിയെഴുതുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ ഒരു മനുഷ്യനായി തീർന്നാൽ, പരിശുദ്ധാത്മാവിൽ ഒരു കുടുംബമായി തീർന്നാൽ, പരിശുദ്ധാത്മാവിൽ മുഴുവനും നിറയുന്നൊരു സഭയായി തീർന്നാൽ, ഹല്ലേലൂയ, പൈശാചിക മണ്ഡലത്തിന് ഏറ്റ പ്രഹരമായിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ആകാതിരിപ്പാൻ അവന്റെ ഹൃദയത്തിൽ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഭയെക്കുറിച്ചും വീടിനെക്കുറിച്ചും ശുശ്രൂഷകരെ കുറിച്ചുള്ള അപഖ്യാതികൾ പറഞ്ഞു നിരത്തി അവനെ പൈശാചിക മണ്ഡലത്തിന്റെ ടെറട്ടേഡിൽ ആ കോട്ടയിലാക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ ശ്രമിക്കുമ്പോൾ നോക്കാം, നമുക്ക് ആത്മാവിൽ എരിവുള്ളവരായി പൈശാചിക മണ്ഡലത്തെയും ലോകത്തെ വെറുത്ത് ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് ജീവിക്കാം, ദൈവമക്കളായി ജീവിക്കാം. ആമേൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന്, ദൈവ സമാധാനമാണല്ലോ, യേശു കർത്താവ് സമാധാനമാണല്ലോ, വചനം സമാധാനമാണല്ലോ, ദൈവത്തിന്റെ ശബ്ദം സമാധാനമാണല്ലോ. എത്ര കണ്ട് തീവ്രമായ വേദനയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഇരിക്കുമ്പോൾ ദൈവ സമാധാനത്തിന്റെ വാക്ക്, ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നുണ്ട് നമ്മുടെ കർത്താവ്. ഉത്സാഹത്തിന് മടിപ്പില്ലാതെ നമുക്ക് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളി കേൾക്കുന്നവരായി നമുക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം നമുക്ക് എല്ലാ തരത്തിലും ലോകം നമുക്കെതിരാണ്. ഏത് മേഖല നോക്കിയാലും ശുശ്രൂഷകർക്കും സഭകൾക്കും പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കും ലോകം എതിര് തന്നെയാണ്. ചെറിയ കൂട്ടമായിക്കൊള്ളട്ടെ, വലിയ കൂട്ടമായിക്കൊള്ളട്ടെ, ലോകം എതിര് തന്നെയാണ്. ആ വാക്യം നമ്മൾ വായിക്കുന്ന, കർത്താവിനെ സേവിപ്പീൻ, ആശയിൽ സന്തോഷിപ്പീൻ. റോമർ 12-ാം അധ്യായം, ആശയിൽ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഊറ്റിരിപ്പീൻ. ഈ കാലഘട്ടത്തെ വളരെ പ്രശ്നമാണ് പ്രാർത്ഥനയിൽ ഊറ്റിരിപ്പാൻ. ഈ കാലഘട്ടത്തെ വളരെ പ്രശ്നമാണ് സമാധാനമാചരിപ്പാൻ. ഈ കാലഘട്ടത്തിൽ വളരെ പ്രശ്നമാണ് ആശ്വാസം പ്രാപിപ്പാൻ. കാരണം കടഭാരവും കട്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ മറ്റൊരു പ്രശ്നത്തിലേക്ക് ആഴ്ന്നിടങ്ങുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് ജീവിക്കാം, ആത്മാവിനെ അനുസരിക്കുന്നവരായി ജീവിക്കാം, പരിശുദ്ധാത്മാവ് കൂടെ നടക്കുന്നവരായി നമുക്ക് ജീവിക്കാം, പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് നമുക്ക് ജീവിക്കാം, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് നമുക്ക് ജീവിക്കാം. കാരണം അന്ത്യകാലം കാഹളം ധനിക്കാൻ സമയമായി. അന്ത്യകാല സംഭവങ്ങൾ ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ആർക്കും ആരെയും വേണ്ടാതായി, ആർക്കും ആരോടും സ്നേഹമില്ലാതായി, ആർക്കും ആരെയും ആശ്വസിപ്പിക്കാൻ സമയമില്ലാതായി, ആരുടെയും പ്രശ്നത്തിൽ ഇടപെടാൻ ആർക്കും സമയമില്ല, ആരുടെയും വേദനയിൽ ചേർന്നിരിക്കാൻ ആർക്കും സമയമില്ല, ആരെയും സഹായിപ്പാൻ ആർക്കും സമയമില്ല. അന്ത്യകാലഘട്ടമായി തുടങ്ങി നമുക്ക് സമാധാനമാചരിപ്പാൻ, നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ സർവശക്തനെ സഹായിക്കട്ടെ. അപ്പോൾ ചോദിക്കാൻ, പാസ്റ്റർ, നമ്മൾ പ്രശ്നത്തിലാണ്, ഞാൻ ആകെ കടഭാരത്തിലാണ്, ഇനി ആത്മഹത്യ മാത്രമാണ് എന്റെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ നാട് വിടാൻ ചാൻസ് ഞാൻ പലവട്ടം ആലോചിച്ചാണ്, പക്ഷേ നടക്കുന്നില്ല. കേൾക്കുക വ്യക്തിയെ, സമാധാനത്തിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ സർവശക്തൻ ഇടിയാക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രേരിപ്പിക്കാൻ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നത്തെ വലുതാക്കി കാണിപ്പാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിനെ പരിഹരിപ്പാൻ സർവശക്തനല്ലാതെ മറ്റൊരു ദൈവം ഭൂമിയിൽ ഇല്ല. ഹല്ലേലൂയ. സമാധാനമാചരിപ്പാൻ നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. ആത്മാവിൽ മടിപ്പില്ലാതെ,
ആത്മാവിൽ മടുപ്പില്ലാതെ പരിശുദ്ധാത്മാവിനെ സേവിക്കുന്ന, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവരായി നമുക്ക് ജീവിപ്പാൻ സർവശക്തൻ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. റോമറുടെ സുവിശേഷം റോമർ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനെയും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള വിശുദ്ധ യാഗമായി അർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള വിശുദ്ധ യാഗമായി അർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദം കൊടുക്കാൻ വിശുദ്ധി ആവശ്യമാണ്. പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് നമ്മുടെ സകല പാപങ്ങളും ക്ഷമിപ്പാൻ സർവശക്തനായിരിക്കുമ്പോൾ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിന് നമുക്ക് ജീവിപ്പാൻ സ്വർഗ്ഗമിടിയാക്കട്ടെ. ആ വാക്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് വായിക്കുന്നു. റോമർ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. എന്ത് നല്ല വാക്യം! നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറഞ്ഞാൽ ബുദ്ധിഭ്രമം സംഭവിച്ചവരെ പോലെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾക്ക് ബുദ്ധിയുള്ള ആരാധനയായി സമാധാനമാചരിച്ച് ജീവിപ്പാൻ സ്വർഗ്ഗമിടിയാക്കട്ടെ. ആകുല ചിന്തയിലിരിക്കുന്ന കൂട്ടത്തിൽ ചെന്നുകൊണ്ട്, ആകുലത്തിലിരിക്കുന്ന കുടുംബത്തിൽ ചെന്നിട്ട്, വേദനയിലിരിക്കുന്ന ഒരു ദേശത്തെന്നിട്ട്, ഹല്ലേലൂയ, കുറെ കൂടെ വേദനയും കുറെ കൂടെ പ്രശ്നം കൊടുക്കുന്നവരല്ല സമാധാനം ആചരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവ് സമാധാനം, ആശ്വാസം തരുന്നതാണ്. ഹല്ലേലൂയ. പലരും ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി, പലരും പാപത്തിന്റെ ഇംഗിതത്തിന് വേണ്ടി ജീവിച്ചവരാണ്. ഹല്ലേലൂയ. ഓരോരുത്തരുടെ നമ്മൾ ഇടപെട്ടാൽ, ഓരോ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇടപെട്ടാൽ അവർക്ക് പറയാൻ 100 കണക്കിന് സാക്ഷ്യം കാണും. ഞാൻ പണ്ട് അങ്ങനെ ജീവിച്ചവനായിരുന്നു, ഞാൻ പണ്ട് ആർക്കും വേണ്ടാത്തവനായിരുന്നു, പക്ഷെ ക്രിസ്തു എന്റെ ജീവിതത്തിൽ വന്നു, എനിക്ക് സമാധാനം കിട്ടി. ആത്മാവിനെ അനുസരിച്ച് നമുക്ക് ജീവിപ്പാൻ സ്വർഗ്ഗമിടിയാക്കട്ടെ. ആമേൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വാക്യം കേൾക്കുന്ന എന്റെ പ്രിയ സുഹൃത്തെ, എന്റെ പ്രിയ സ്നേഹിതരെ, സഭയെ, കുടുംബമേ, മിനിസ്ട്രിയെ, പ്രാർത്ഥന കൂട്ടമേ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമുക്ക് ആശ്വാസം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ അടുത്ത് നമ്മൾ ചെന്നാൽ നിമിഷത്തേക്ക് മാത്രം ഒരു പക്ഷേ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിരിക്കാം, ഒരു ചിലപ്പോ 1-2 കാര്യത്തിന് പരിഹാരം കണ്ടിരിക്കാം ഒരു പക്ഷേ കഠിനമായ പ്രശ്നത്തിലും വേദനയിലും നമ്മൾ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആർക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മുടെ കഷ്ടതയിൽ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മുടെ കടഭാരത്തിൽ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ വ്യാകുലതയിൽ ആർക്കും നമ്മോട് കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. കൂടെ ഇരിക്കുന്ന ഒരൊറ്റ തന്നെയുള്ളൂ, സർവശക്തനായി നമ്മുടെ കർത്താവ്. അവർ തേരും തേരാളിയുമായി നമ്മെ സേവിക്കുന്ന, അവൻ നമ്മെ കരുതുന്ന, നമ്മെ താങ്ങി നടക്കുന്ന സർവശക്തൻ. നമുക്ക് സമാധാനമായി ജീവിക്കാം, നമുക്ക് സമാധാനമായി ജീവിക്കാം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, മിനിസ്ട്രിയെ, സഭയെ, കൂട്ടങ്ങളെ, ഹല്ലേലൂയ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ സർവത്തെയും സ്നേഹിക്കുന്ന, കരുതുന്ന, പരിപാലിക്കുന്ന സർവശക്തൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് തന്ന വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. മത്തായി റോമർ 12-ാം അധ്യായത്തിന്റെ 11 മുതൽ വാക്യങ്ങൾ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പേൻ. ഹല്ലേലൂയ. നമുക്ക് സമാധാനമായി നമുക്ക് ജീവിക്കാം, സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കാം, സമാധാനം സപ്ലൈ ചെയ്യുന്നവരായി ജീവിക്കാം. ഹല്ലേലൂയ. ആശ്വാസം സപ്ലൈ ചെയ്യുന്നവർ, നമുക്ക് ആശ്വാസത്തിന്റെ വഴികളെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരായി ജീവിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുത്തിരിക്കുന്നവരെ, പ്രാർത്ഥിച്ച് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞവരെ, ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ
സമാധാനമായി ജീവിക്കാം. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് എഴുതിയിട്ട് പോകുന്നവരായിട്ടല്ല, ആരാധിച്ച് ആമേൻ പറഞ്ഞ് എഴുതിയിട്ട് പോകുന്നവരായിട്ടല്ല. നമുക്ക് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. നമുക്ക് അല്പനിമിഷം സമാധാനമായി ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ചോദിക്കാം, പാസ്റ്റർ ഹല്ലേലൂയ, ഞാൻ പ്രശ്നത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യയാണ്, എങ്ങനെ എനിക്ക് സമാധാനമായി അടങ്ങിയിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വാക്യം ആവർത്തിച്ച് വായിക്കുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമുക്കൊരല്പ സൗമ്യതയായി ദൈവത്തോട് എടുത്തു ചെല്ലാം. നമുക്ക് ഒരപ്പനെ പോലെ, ഒരപ്പനോട് സംസാരിക്കുന്നവർ പോയി ദൈവത്തോട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഈ പ്രഭാതത്തിൽ അങ്ങനെ ഒരു നിമിഷത്തിനോട് നമുക്ക് കാത്തിരിക്കാം. ജോലിക്കായി തയ്യാറായി നിൽക്കുന്നവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നവരെ, സ്കൂളുകളും കോളേജിലും പോകാൻ തയ്യാറായി നിൽക്കുന്നവരെ, ഹല്ലേലൂയ, കട്ടതയിലും കണ്ണുനീരും മാത്രം പ്രഭാതത്തിൽ വരവേൽപ്പാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരെ, നമുക്ക് സമാധാനം ആചരിക്കുന്നവരായി ജീവിക്കാം. നമ്മുടെ കൂടെ വരുന്നവർക്ക് സമാധാനം കൊടുക്കുന്നവരായി ജീവിക്കാം. നമ്മുടെ ദേശത്ത് സമാധാനം കൊടുക്കുന്നവരായി ജീവിക്കാം. നമ്മുടെ സഭയിൽ സമാധാനം സപ്ലൈ ചെയ്യുന്നവരായി ജീവിക്കാം. സഹോദര കുടുംബത്തിന്മേൽ സമാധാനം കൊടുക്കുന്നവരായി ജീവിപ്പാൻ സ്വർഗ്ഗം ഇടിയാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥന കൂട്ടായ്മയിൽ ജീവിക്കുന്നവരെ, സുവിശേഷ വേലയുടെ പോർക്കളത്തിൽ ജീവിക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നമുക്ക് സമാധാനം ആചരിക്കുന്നവരായി ജീവിപ്പാൻ സ്വർഗ്ഗം ഇടിയാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. റോമർ 12 അധ്യായത്തിന്റെ 7 വാക്യം, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പേൻ. മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 9 വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. റോമർ 12 അധ്യായത്തിന്റെ 17 വാക്യത്തിന്റെ അവസാന വേദഭാഗം, നിങ്ങളാൽ ആവോളം സർവ മനുഷ്യരോടും സമാധാനം ആചരിപ്പിൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം. സമാധാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. സമാധാനത്തിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഹല്ലേലൂയ. കാരണം ദൈവം സമാധാനം തരുന്ന ദൈവമാണ്. സമാധാനത്തെ ദൈവമാണ്. ആശ്വാസത്തിന്റെ കർത്താവാണ്. വേദനിക്കുന്നവരെ, പിടഞ്ഞു ജീവിക്കുന്നവരെ, ഹല്ലേലൂയ, കാര്യങ്ങൾ കണ്ടപ്പോൾ അയ്യം വിളിക്കുന്നവരെ, ഓരോ കടഭാരങ്ങൾ വരുമ്പോൾ മാറത്തടിച്ച് നിലവിളിക്കുന്നവരെ സമാധാനം ആചരിപ്പാൻ സ്വർഗ്ഗമിടിയാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, വലിയ സഭയെന്നോ ചെറിയ സഭയെന്നോ വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമെന്നെ സ്നേഹിപ്പാൻ, ആശ്വാസം തരുവാൻ സർവശക്തൻ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നാം എന്നത്തിന് ആകുലപ്പെടുന്നത്? നാം എന്നത്തിന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത്? നാം എന്നത്തിന് അയ്യം വിളിക്കുന്നത്? വാക്യം കേൾക്കാം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്നെ കേട്ട, ഈ ശബ്ദം കേട്ട എൻ്റെ പ്രിയ സ്നേഹിതരെ, സമാധാനമുണ്ടാക്കുന്നവരായി നമുക്ക് ജീവിക്കാം. സമാധാനമുണ്ടാക്കുന്നവരായി ജീവിക്കാം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കളുടെ ബന്ധത്തിൽ, അമ്മയപ്പന്മാരുടെ ബന്ധത്തിൽ, കൂട്ടുവേലക്കാരുടെ ബന്ധത്തിൽ, സഭയുടെ ബന്ധത്തിൽ, ജോലിസ്ഥലത്ത്, ഓഫീസിൽ, വാഹനത്തിൽ, മറ്റിതര അനവധി കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിപ്പാൻ സ്വർഗ്ഗമിടിയാക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സമാധാനമുണ്ടാക്കുന്ന ഒരു സഭയും സമാധാനം ഉണ്ടാകുന്ന ഒരു കുടുംബവും ഉണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. സമാധാനം ഉണ്ടാകുന്ന, സമാധാനം സപ്ലൈ ചെയ്യുന്ന, സമാധാനം ലഭിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവത്തിന്റെ പുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൾ എന്ന പേർ ചാർത്തപ്പെടും. മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 9 വാക്യം മറന്നു പോകരുത്. മത്തായി സുവിശേഷം 5 അധ്യായം 9 വാക്യം, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. റോമർ 12 അധ്യായം, ഹല്ലേലൂയ, അതിലെ 1 വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെയും ജീവനെയും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. റോമർ 12:11 വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പിൻ, കട്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഊറ്റിരിപ്പിൻ. റോമർ 12:17 വാക്യം,
ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പിൻ. ഈ ശബ്ദം കേട്ട എന്റെ പ്രിയ സ്നേഹിതരെ, കുടുംബങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുവിൻ നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ ചേർത്തടച്ച് ഒറ്റ വാക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഇന്ന് നല്ല പ്രഭാതം ഞങ്ങൾക്കായി വേർതിരിച്ച് തന്ന അങ്ങയുടെ വലിയ അത്ഭുതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ മുമ്പിൽ കേട്ട തിരുവചന സത്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. സമാധാനം ഉണ്ടാക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വിശേഷാൽ മാതാപിതാക്കളെ ഓർക്കുന്നു, കുഞ്ഞു സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്, കൈക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരെ ഞങ്ങൾ ഓർക്കുന്നു. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാരെ ഞങ്ങൾ ഓർക്കുകയാണ്. സഭകൾ നയിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ സഭകൾ കൈകാര്യം ചെയ്യുന്ന അച്ഛന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിക്കായി പോകുന്ന ഓഫീസർമാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, എല്ലാ സ്റ്റാഫുകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കമ്പനികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെന്റിനെ ആകെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശേഷാൽ ഗോഡ് ഹൗസ് മിനിസ്ട്രിയിൽ അധ്വാനം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന സകല അഭിഷിക്തന്മാരെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കേട്ട തിരുവചന വേദഭാഗം, ഇതിന്റെ ശബ്ദം കർത്താവേ, പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വ്യത്യാസം ആശ്വാസം കൊണ്ടുവരുന്ന കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഭാതം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തന്നെ നല്ല കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗാഡ് ബ്ലസ് യു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.
എൻ കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നോ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നോ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ എന്നുടെ താതൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തി